guys, it's me Ashwati and welcome back to our channel Mentor Tales. സോ ഇന്ന് നമ്മൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഫോർ തേർഡ് സെം MA അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ 3 ടോപ്പിക്സ് ആണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ബൈലിംഗ്വലിസം, ലിംഗ്വിസ്റ്റിക് ഇൻ്റർഫറൻസ് ആൻഡ് കോൺട്രാസ്റ്റീവ് അനാലിസിസ്. ഇത് 3 നമ്മുടെ മൊഡ്യൂൾ A ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന 3 ടോപ്പിക്സ് ആണ്. ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള 3 ടോപ്പിക്കാണ്. അപ്പോൾ ഈ 3 ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ബൈലിംഗ്വലിസം ആണ്. സോ ബൈലിംഗ്വലിസം എന്നുള്ള ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ മീനിങ് കിട്ടും. ബൈലിംഗ്വൽ, ദാറ്റ് ഇസ് 2 ലാംഗ്വേജസ്. സോ ദ അബിലിറ്റി ടു സ്പീക്ക് 2 ലാംഗ്വേജസിനെയാണ് നമ്മൾ ബൈലിംഗ്വലിസം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ചില റീജിയൻസിൽ ഈ പാരൻസ് 2 ലാംഗ്വേജ് സംസാരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളയിലുള്ള ഒരു കപ്പിൾസ് വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്തു. സോ അവർ അവിടെ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, വീട്ടിൽ മലയാളത്തിലേക്കും എക്സ്പോഷർ കിട്ടുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം വളർന്നു വരുമ്പോൾ ഇംഗ്ലീഷിലേക്കും എക്സ്പോഷർ കിട്ടുന്നുണ്ട്. സോ 2 ലാംഗ്വേജിലേക്ക് അവിടെ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികളിൽ എന്താണ് ഇങ്ങനെ ഉള്ളത് നമുക്ക് വേഗം അക്വയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ അബിലിറ്റി ടു സ്പീക്ക് 2 ലാംഗ്വേജസ് മാത്രമല്ല, ഇത് നമുക്ക് എന്ത് പറയും, ടീച്ചിങ്ങിൽ 2 ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നതിനെയും നമുക്ക് ബൈലിംഗ്വലിസം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റ് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അവിടെ ആ സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ 2 ലാംഗ്വേജ് യൂസ് ചെയ്യും. അതിന് നമ്മൾ ബൈലിംഗ്വലിസം എന്നാണ് പറയുക. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ഓൾസോ റെഫർ ടു ദ യൂസ് ഓഫ് 2 ലാംഗ്വേജസ് ഇൻ ടീച്ചിങ്, എസ്പെഷ്യലി ടു ഹെൽപ്പ് ദ സ്റ്റുഡൻറ്റ്സ് ട്രൈങ് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്. ഓക്കെ, സോ ബൈലിംഗ്വലിസത്തിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ അവിടെ ഉണ്ടായിരിക്കും, ഇംപ്രൂവ്ഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. പിന്നെ നമുക്ക് പറയാം സ്ട്രോങ്ങർ ആയിട്ടുള്ള സോഷ്യൽ കണക്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഈ കുട്ടിക്ക് 2 ലാംഗ്വേജസിൽ എന്താണ് അറിവുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ സോഷ്യൽ കണക്ഷൻസ് വിൽ ബി പോസിബിൾ. പിന്നെ നമുക്ക് എന്താ പറയുക, ഡിമെൻഷ്യ എന്നുള്ള മറവി രോഗം അത് വരുന്നത് ഡിലേ ആവും. ഓക്കെ, അത് ഇങ്ങനെയുള്ള ബൈലിംഗ്വൽ ആയിട്ടുള്ള ആളുകളിൽ ഡിമെൻഷ്യ വരാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ആണ്. പിന്നെ ലോങ് ടേം ആയിട്ടുള്ള അക്കാഡമിക് സക്സസ് ഇസ് പോസിബിൾ. പിന്നെ എക്കണോമിക് അഡ്വാൻറ്റേജ് ടു ദ സൊസൈറ്റി. ഇതൊക്കെ എന്ന് പറയുന്നത് ബൈലിംഗ്വലിസത്തിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ 2-3 എണ്ണം പഠിച്ചു വയ്ക്കുക. നമുക്ക് പറയാം ഡിലേ ഇൻ ദ ഓൺസെറ്റ് ഓഫ് ഡിമെൻഷ്യ, പിന്നെ ലോങ് ടേം അക്കാഡമിക് സക്സസ് പറയാം, ഇംപ്രൂവ്ഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആൻഡ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, സോ ഇതൊക്കെയാണ് ബൈലിംഗ്വലിസത്തിൻ്റെ ബെനിഫിറ്റ്സ്. ഇനി 2 ടൈപ്സ് ഓഫ് ബൈലിംഗ്വലിസം ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, സൈമുൾട്ടേനിയസ് ബൈലിംഗ്വലിസം ഉണ്ട്, സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം ഉണ്ട്. സോ അങ്ങനെ 2 ടൈപ്സ് ആണ് മേജർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. സൈമുൾട്ടേനിയസ് ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സൈമുൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സമയത്ത് എന്നാണ് അർത്ഥം. സോ ഒരേ സമയം ചൈൽഡ് 2 ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിനാണ് സൈമുൾട്ടേനിയസ് ബൈലിംഗ്വലിസം എന്ന് പറയുക. ഓക്കെ, അത് ബിഫോർ ദ ഏജ് ഓഫ് 3 ആണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ 2 സ്റ്റേജ് വരും. ഫസ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ ഈ കുട്ടി 2 ലാംഗ്വേജും കേൾക്കുമ്പോൾ ചൈൽഡ് വിൽ ഓട്ടോമാറ്റിക്കലി മിക്സ് ദ വേർഡ്സ് ഫ്രം ബോത്ത് ലാംഗ്വേജസ്. ഓക്കെ, 2 ലാംഗ്വേജത്തെയും വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യും. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്, ഈ ഒരു കുട്ടിക്ക് 2 ലാംഗ്വേജും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ളൊരു അബിലിറ്റി വരും. അങ്ങനെ 2 ലാംഗ്വേജും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് സൈമുൾട്ടേനിയസ് ബൈലിംഗ്വലിസം. ഒരേ സമയം ബിഫോർ ദ ഏജ് ഓഫ് 3 2 ലാംഗ്വേജ് അക്വയർ ചെയ്യുക. Now coming to the second type, sequential bilingualism. Sequential bilingualism എന്ന് പറഞ്ഞാലും 3 വയസ്സിൻ്റെ മുന്നേ തന്നെയാണ് ഒക്കർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചൈൽഡ് ഒരു ലാംഗ്വേജ് പഠിക്കും, എന്നിട്ട് അതിൻ്റെ നോളജ് ഉപയോഗിച്ചിട്ട് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കും. അതാണ് സീക്വൻഷ്യൽ. അതായത് ഇതിൻ്റെ സീക്വൻസ് ഒരു ഓർഡറിലാണ് പഠിക്കുന്നത്, ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ്. അതാണ് സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ. സോ ദീസ് ആർ ദ 2 മേജർ ടൈപ്സ് ഓഫ് ബൈലിംഗ്വലിസം. ഇനി ഇതിൽ വരുന്നൊരു ടോപ്പിക്കാണ് ചൈൽഡ് ബൈലിംഗ്വൽ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ചിൽഡ്രൻ്റെ കേസിൽ ബൈലിംഗ്വൽ അക്വിസിഷൻ വളരെ നേരത്തെ തുടങ്ങാൻ സാധ്യത ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടി അവരുടെ പാരൻ്റ് എന്ന് പറയുന്നത് 2 നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കുന്ന പാരൻസ് ആണെന്ന് കരുതുക. അതായത് അമ്മ മലയാളവും അച്ഛൻ വേറെ എന്തെങ്കിലും ലാംഗ്വേജും സംസാരിക്കുകയാണ്. സോ ആ കുട്ടിക്ക് എന്താണ്, ഏർലി സ്റ്റേജിൽ തന്നെ 2 ലാംഗ്വേജിലേക്ക് എക്സ്പോഷർ കിട്ടും. അതല്ല, ഇപ്പോൾ ഒരു ഫാമിലി എന്താണ് വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പോൾ വീട്ടിലൊരു ലാംഗ്വേജും പുറത്ത് വേറൊരു ലാംഗ്വേജും ആവും. അപ്പോഴും ഈ കുട്ടിക്ക് എന്താണ് ഏർലി സ്റ്റേജിൽ തന്നെ 2 ലാംഗ്വേജിലേക്ക് എക്സ്പോഷർ കിട്ടും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചൈൽഡ് ബൈലിംഗ്വൽ അക്വിസിഷൻ എന്നാണ് പറയുക. അപ്പോൾ കുട്ടികളിലുള്ള ഈ ഒരു അക്വയറിങ് അത് ഏർലി സ്റ്റേജിൽ നടക്കും. ആൻഡ് അതിനെയാണ് നമ്മൾ ചൈൽഡ് ബൈലിംഗ്വൽ അക്വിസിഷൻ എന്ന് പറയുക. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ബൈലിംഗ്വലിസം. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഇൻ്റർഫറൻസ് ആണ്. സോ ലിംഗ്വിസ്റ്റിക് ഇൻ്റർഫറൻസിൻ്റെ വേറെ പേരുകൾ ലാംഗ്വേജ് ട്രാൻസ്ഫർ, L1 ഇൻ്റർഫറൻസ് എന്നൊക്കെയാണ്.
സോ ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജിൻ്റെ ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് വേറൊരു ലാംഗ്വേജിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഇൻ്റർഫറൻസ് എന്ന് പറയുക. ആപ്ലിക്കേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ബൈലിംഗ്വൽ അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് 2 ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മോർ ദാൻ 2 ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, ഒരു ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ വേറൊരു ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് ഇതിൽ മിക്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം മദർ ടങ് ഇൻഫ്ലുവൻസ് വൈൽ യൂസിങ് L2. ഒരു സെക്കൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ മദർ ടങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് വരിക. അതുകൊണ്ടാണ് ഇതിനെ L1 ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ നേറ്റീവ് ലാംഗ്വേജിൻ്റെ നോളജ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനാണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് എലമെൻറ്റ്സ്, അതായത് ഒരു ലാംഗ്വേജിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലേക്കുള്ള ട്രാൻസ്ഫർ ഓഫ് എലമെൻറ്റ്സ് 4 ലെവൽസിൽ നടക്കും. അതായത് ദർ ആർ 4 ലെവൽസ്, അല്ലെങ്കിൽ വേരിയസ് ലെവൽസ് ഉണ്ട്. മെയിനായിട്ട് 4 എണ്ണമാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഫോണോളജിക്കൽ ഇൻ്റർഫറൻസ് ആണ്, സെക്കൻഡ് വൺ ലെക്സിക്കൽ ഇൻ്റർഫറൻസ്, തേർഡ് വൺ ഗ്രാമാറ്റിക്കൽ ഇൻ്റർഫറൻസ് ആൻഡ് ഫോർത്ത് വൺ ഓർത്തോഗ്രാഫിക്കൽ ഇൻ്റർഫറൻസ്. ഫോണോളജിക്കൽ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, L1 അതായത് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ സ്ട്രെസ്സ്, അതുമാതിരി ഇൻറ്റൊണേഷൻ, റിതം, അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ L2 സെക്കൻഡ് ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫോണോളജിക്കൽ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ലെക്സിക്കൽ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ L1 എന്നുള്ള വേർഡ്സ് L2ലേക്ക് വരിക, അതാണ് ലെക്സിക്കൽ ഇൻ്റർഫറൻസ്. ഗ്രാമാറ്റിക്കൽ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാമാറ്റിക്കൽ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ L1ലുള്ള ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് വേർഡ് ഓർഡർ അല്ലെങ്കിൽ ടെൻസ്, യൂസ് ഓഫ് പ്രൊനൗൺസ്, അതൊക്കെ L2നെ ഇൻഫ്ലുവൻസ് ചെയ്താൽ അതാണ് ഗ്രാമാറ്റിക്കൽ ഇൻ്റർഫറൻസ്. ലാസ്റ്റ് വൺ ഓർത്തോഗ്രാഫിക്കൽ ഇൻ്റർഫറൻസ് ആണ്, അതായത് സ്പെല്ലിംഗ്, L1ലുള്ള സ്പെല്ലിംഗ് L2നെ ഇൻഫ്ലുവൻസ് ചെയ്താൽ അതാണ് ഓർത്തോഗ്രാഫിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇൻ്റർഫറൻസിന് കാരണമായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ്? ഒന്ന്, ബൈലിംഗ്വൽ സ്പീക്കർ, അതായത് ഒരു ബൈലിംഗ്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്പീക്കറിൽ ഇങ്ങനെ ഇൻ്റർഫറൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ടാർഗറ്റ് ലാംഗ്വേജ്, അതായത് സെക്കൻഡ് ലാംഗ്വേജിലുള്ള ലിമിറ്റഡ് വൊക്കാബുലറി. നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിലുള്ള വൊക്കാബുലറി നമുക്ക് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ സിനോണിംസിൻ്റെ നീഡ് ഓഫ് സിനോണിംസ്, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. സ്പീക്കർ ഓഫ് ബൈലിംഗ്വൽ ബാക്ക്ഗ്രൗണ്ട്, ലിമിറ്റഡ് വൊക്കാബുലറി ഓഫ് ദ ടാർഗറ്റ് ലാംഗ്വേജ് ആൻഡ് നീഡ് ഓഫ് സിനോണിംസ്. ഇനി ഈ ഒരു ലാംഗ്വേജ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റർഫറൻസ് 2 ടൈപ്സ് ഉണ്ട്. പോസിറ്റീവ് ട്രാൻസ്ഫറും ഉണ്ട്, നെഗറ്റീവ് ട്രാൻസ്ഫറും ഉണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് ട്രാൻസ്ഫർ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് L1ലുള്ള നോളജ് L2 പഠിക്കുന്നതിന് സഹായിക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നെഗറ്റീവ് ട്രാൻസ്ഫർ അപ്പോൾ എന്തായിരിക്കും, അതായത് നമ്മുടെ L1ലുള്ള നോളജ് L2നെ ഇൻ്റർഫിയർ ചെയ്യാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് L2 സെക്കൻഡ് ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് ഒരു ബാരിയർ ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് നോളജ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അതാണ് 2 ടൈപ്സ് ഓഫ് ദിസ് ലാംഗ്വേജ് ട്രാൻസ്ഫർ, പോസിറ്റീവ് ട്രാൻസ്ഫർ ആൻഡ് നെഗറ്റീവ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ അതാണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റർഫറൻസ്. ഇനി ഇതിലുള്ളൊരു അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റീവ് അനാലിസിസ് ആണ്. കോൺട്രാസ്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരിക്കും, ലൈക്ക് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ആ ഒരു കോൺട്രാസ്റ്റ് എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. കോൺട്രാസ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞപ്പോൾ 2 ലാംഗ്വേജസിനെ കമ്പയർ ചെയ്യുക. ഓക്കെ, സ്റ്റഡി ആൻഡ് കമ്പാരിസൺ ഓഫ് 2 ലാംഗ്വേജസ്, അതാണ് കോൺട്രാസ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇംഗ്ലീഷിനെ ലാറ്റിനായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ളൊരു സ്റ്റഡി, അതിനെയാണ് കോൺട്രാസ്റ്റീവ് അനാലിസിസ് എന്ന് പറയുക. സോ ഇതിനൊരു ഡെഫിനിഷൻ പോലെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എ പെയർ ഓഫ് ലാംഗ്വേജസ് വിത്ത് എ വ്യൂ ടു ഐഡൻറ്റിഫൈ ദെയർ സ്ട്രക്ചറൽ ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ്. അതായത് 2 ലാംഗ്വേജ് അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്, അവർ തമ്മിലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസസും അവർ തമ്മിലുള്ള സ്ട്രക്ചറൽ സിമിലാരിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, സോ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് എ പെയർ ഓഫ് ലാംഗ്വേജ് വിത്ത് എ വ്യൂ ടു ഐഡൻറ്റിഫൈ ദെയർ സ്ട്രക്ചറൽ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അതാണ് കോൺട്രാസ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. സോ യൂഷ്വലി ഈ ഒരു കോൺട്രാസ്റ്റീവ് അനാലിസിസ് നടത്തുന്നത് എന്തിനൊക്കെയാണ്, ഒന്ന് ട്രാൻസ്ലേഷൻ പേർപ്പസസിനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ടീച്ചിങ് പേർപ്പസസിനാണ്. യൂഷ്വലി ഈ 2 പേർപ്പസസിനാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. ഇതിന് നമുക്ക് വേറെ രീതിക്ക് പറയുമ്പോൾ നമുക്ക് പറയാം, ഇതൊരു ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സൈക്കോ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സോഷ്യോ ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയാണ്. ഈ ഒരു സ്റ്റഡിയിലൂടെ 2 ലാംഗ്വേജസിൻ്റെ ഫോം ആൻഡ് ഫങ്ഷൻ്റെ ബേസിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
So this is a linguistic, psycholinguistic and sociolinguistic study that reveals the similarities and differences between two languages. ഈ ഒരു കോൺട്രാസ്റ്റീവ് അനാലിസിസിന്റെ ചീഫ് ആയിട്ടുള്ള പ്രപ്പോണന്റ് എന്ന് പറയുന്നത് റോബർട്ട് ലാഡോ ആണ്. ഓക്കെ, റോബർട്ട് ലാഡോ ഇസ് ദ ചീഫ് പ്രപ്പോണന്റ് ഓഫ് കോൺട്രാസ്റ്റീവ് അനാലിസിസ്. ഇനി ഈ ഒരു കോൺട്രാസ്റ്റീവ് അനാലിസിസിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജും ഉണ്ടായിരിക്കും, സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് കോൺട്രാസ്റ്റീവ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ലാംഗ്വേജും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും സ്റ്റുഡൻറ്റിന് അറിയും. ഓക്കെ, ഹി വിൽ ബി ഏബിൾ ടു നോ ദ ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ടു ലാംഗ്വേജസ്. അപ്പോൾ ആ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റുഡൻറ്റിന് ഈസി ആയിരിക്കും. അപ്പോൾ അത് ഈ ഒരു കോൺട്രാസ്റ്റീവ് അനാലിസിസിൻ്റെ ഒരു ബെനിഫിറ്റാണ്. Because after contrastive analysis the learner will be aware of the distinct features of the two language. അപ്പോൾ അവിടെ മിക്സിംഗ് അപ്പ് വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ലാംഗ്വേജ് തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ് ഈ ഒരു ലേണറിന് അറിയുന്നതെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ ലേണർക്ക് ഈസി ആയിരിക്കും. ഓക്കെ, രണ്ടും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ നടക്കുന്നത് ഒരു പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. അറ്റ് ദ സെയിം ടൈം രണ്ടും തമ്മിൽ ഡിഫറൻസസ് ആണ് ലേണർ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ടിലും ഒരുപാട് ഡിഫറൻസസ് വരുമ്പോൾ രണ്ട് ലാംഗ്വേജും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ പ്രൊനൗൺസിയേഷനും സെക്കൻഡ് ലാംഗ്വേജിൻ്റെ പ്രൊനൗൺസിയേഷനും ഡിഫറെൻ്റ് ആയിരിക്കും, രണ്ടിൻ്റെയും സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇറ്റ് വുഡ് ബി എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ടു ലേൺ ദ ന്യൂ ലാംഗ്വേജ്. അപ്പോൾ അവിടെ വരുന്നത് നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ കോൺട്രാസ്റ്റീവ് അനാലിസിസ് ഇൻ ഷോർട്ട് രണ്ട് ലാംഗ്വേജസിൻ്റെ സ്റ്റഡി ആൻഡ് കമ്പാരിസൺ ആണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ലേണർക്ക് ആ ഒരു ലാംഗ്വേജ് പഠിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോൺട്രാസ്റ്റീവ് അനാലിസിസിലുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു 3 ടോപ്പിക്സ് പാരാഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ബൈലിംഗ്വലിസം, ലിംഗ്വിസ്റ്റിക് ഇൻ്റർഫറൻസ് ആൻഡ് കോൺട്രാസ്റ്റീവ് അനാലിസിസ്. അപ്പോൾ മൂന്നും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ആണ്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.